പണിമുടക്ക് ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണോ തീരുമാനം? തീർച്ചയായും ഞങ്ങൾ സമരം അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണ് ചെയ്യുന്നത്. ഇതുവരെ ഞങ്ങളുടെ കാര്യത്തിൽ യാതൊരു തീരുമാനവും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ മഹാസംഗമത്തിൽ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോവുകയാണ്. കേരളത്തിലെ എല്ലാ ആശമാരും അതിനുവേണ്ടി തയ്യാറാണ്. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇനി നടക്കുന്നത്. ഇന്നു മുതലാണ് പണിമുടക്ക് തുടങ്ങുന്നത്. അതെ അതെ. ഇന്ന് പണിമുടക്ക് തുടങ്ങിയാൽ പൂർണ്ണമായി സ്തംഭിക്കും, ആശാപ്രവർത്തകരുടെ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാവില്ല. അതെ, അങ്ങനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പണിമുടക്ക് ഇന്നലത്തെ നമ്മളുടെ ഇവിടെ വന്ന മുഴുവൻ ആളുകളും ആ പണിമുടക്ക് ഏറ്റെടുത്തോണ്ടാണ് പോയിരിക്കുന്നത്. ഇന്നലെ വരാൻ കഴിയാതിരുന്ന പല ജില്ലകളിലും പണിമുടക്കി പ്രതിഷേധ പരിപാടികൾ നടത്തിയ ആളുകളുണ്ട്. അപ്പോൾ കേരളത്തിലെമ്പാടും എല്ലാ ജില്ലകളിലും ഈ പണിമുടക്ക് നടക്കും. എന്തെങ്കിലും ഒരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ? ഒരു അനുനയ നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടോ? സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുനയ നീക്കം എന്ന് പറഞ്ഞാൽ എന്തായാലും സമര നേതൃത്വത്തെ ഇതുവരെ സർക്കാർ ബന്ധപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവർക്ക് അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടോ എന്നുള്ള കാര്യം പ്രകടമല്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയവുമല്ല. അവരെപ്പം ഈ വിഷയം പരിഹരിക്കുന്നോ അതുവരെ ആശമാര സമരത്തിലായിരിക്കും. ഈ വേതന വർധനവാണ് ഏറ്റവും പ്രധാനപ്പെട്ട. വേതന വർധനവും വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ തരിക എന്നുള്ളതും പെൻഷൻ എല്ലാം പ്രധാനപ്പെട്ട തന്നെയാണ്. ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തി ഈ കേരളത്തിലെ ആശമാര്. കാരണം ഇനിയിപ്പം 62 വയസ്സായ ആളുകളുടെ പ്രശ്നം നമ്മൾ അത് ചർച്ച ചെയ്യാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ മുന്നോട്ട് പോയാൽ 62 വയസ്സായ ആശമാര് നാളെ ഒന്നുമില്ലാതെ അവരുടെ വീടുകളിൽ ഇരിക്കേണ്ടി വരും. അവരെ പിന്നെ ആര് നോക്കും? അവരെ ആര് സംരക്ഷിക്കും എന്നുള്ളൊരു വിഷയമാണ്. അപ്പൊ ഇതിനൊന്നും ഉത്തരം കിട്ടാതെ ഈ സമരം അവസാനിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആശമാരെത്തിയപ്പോഴാണ് ഇത്രയും വലിയൊരു സമരത്തിലേക്ക് പോയത്. 12 ദിവസം ആയി. ഇനി എത്ര ദിവസം നിങ്ങൾ ഇങ്ങനെ സമരം നടത്തേണ്ടി വരും? എത്ര ദിവസം സമരം ചെയ്യുവാനും തയ്യാറാണ്. കാരണം വേറൊരു മാർഗം ഈ കേരളത്തിലെ ആശമാരുടെ മുന്നിലില്ല.